എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ NaCl NaCl സൊല്യൂഷനും. നമുക്ക് ആദ്യം ഒരിക്കൽ NaCl മോൾട്ടൻ NaCl എന്താ സംഭവിക്കുന്നത് നോക്കാം. ആനോഡിലെയും കാത്തോഡിലെയും റിയാക്ഷൻ എഴുതാനും അവിടെ എന്താണ് ലിബറേറ്റ് ചെയ്യുന്നത്, എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കാറുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആനോഡിന്റെ അകത്ത് നമുക്കറിയാം ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. കാത്തോഡിലാണെങ്കിൽ എന്താണ്, റിഡക്ഷൻ ആണ് അല്ലെ, നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. അവിടെ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നിങ്ങൾക്ക് റിയാക്ഷൻ എഴുതാൻ വേണ്ടി ചോദിക്കും. റിയാക്ഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, ക്ലോറിൻ ഗ്യാസ് ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് 2Cl മൈനസ് ഗിവ്സ് എന്താണ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ എന്നാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. നേരെ മറിച്ച് കാത്തോഡിലുള്ള റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, Na പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ ഗിവ്സ് Na ആണ് കേട്ടോ. കാരണം അവിടെ എന്താണ് ചെയ്യുന്നത്, സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ NaCl സൊല്യൂഷന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം അല്ലെ. ആനോഡിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഓക്സിഡേഷൻ ആണ്, ക്ലോറിൻ ഗ്യാസ് തന്നെയാണ് ലിബറേറ്റ് ചെയ്യുന്നത്, അതിലൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നു, 2Cl മൈനസ് ഗിവ്സ് എന്താണ് Cl2 പ്ലസ് എന്താണ് 2 ഇലക്ട്രോൺ എന്ന് തന്നെയാണ് വരുന്നത്. എന്നാൽ കാത്തോഡിലുള്ള റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാത്തോഡിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, യെസ് നമുക്ക് സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ്, നിരോക്സീകരണമാണ്. എന്നാൽ ഇവിടെ റിയാക്ഷൻ എന്താണ് വരുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ വരുന്നത് നമ്മൾ എങ്ങനെ എഴുതാം, 2H2O പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് എന്താണ് ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ 2OH മൈനസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ആലോചിക്കുക കേട്ടോ, ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ആണെങ്കിൽ കാത്തോഡിൽ ഏതാണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്ന സമയത്ത് പിങ്ക് കളർ വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.